5 മഹത്തായ കാര്യങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ നിത്യവും നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റൂ. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്ത് പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചോദിക്കുക, എനിക്കിത് മനഃപ്പാഠമുണ്ടോ? ഈ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ടോ? എൻ്റെ മക്കൾ ചൊല്ലാറുണ്ടോ? ഉമ്മമാര് ചോദിക്ക്, നിങ്ങൾക്കിതറിയാമോ? കുടുംബത്തിൽ എത്ര പേർക്കറിയാം? അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിൻ ശർരി സംഇ, എൻ്റെ കാതുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്. വമിൻ ശർരി ബസരി, എൻ്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്. വമിൻ ശർരി ലിസാനി, എൻ്റെ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്. വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയം മുഖേന സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന്. വമിൻ ശർരി മനി, എൻ്റെ ലൈംഗികാവയവം മുഖേന ഉണ്ടാകുന്ന ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹ്, മുസ്തഖീമായ റൂട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന അർത്ഥത്തോടുകൂടി പഠിച്ചു മനസ്സിലാക്കി ചൊല്ലിയേ പറ്റൂ. അത്രക്ക് ആശയങ്ങൾ നിറഞ്ഞതാണ് 5 കാര്യങ്ങൾ. നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, ലഹരിയാവട്ടെ, അതേപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങളാവട്ടെ, അവിഹിതമായ ചാറ്റിങ്ങുകളും സംസാരങ്ങളും ഫോൺ കോളുകളുമാവട്ടെ, വ്യഭിചാരങ്ങളാവട്ടെ, ലഹരിയുടെയും മറ്റു സംസ്കാരങ്ങളാവട്ടെ, ഏതൊക്കെ തോന്നിവാസങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും പിറകിലും വേണ്ടാവൃത്തിയുള്ള നോട്ടത്തിലും കേൾവിയിലും ആനന്ദത്തിലും സംഗീതത്തിലും മ്യൂസിക്കിലും ഡാൻസിലും പോരാത്ത ഒട്ടേറെ കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മതനിരാസത്തിലും ലിബറൽ ചിന്താഗതികളിലും ഈ പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ഏത് തിന്മയാണുള്ളത്?